ജാതിയും മതവും ഒന്നും ഇനിയുള്ള കാലത്ത് നോക്കിയിട്ട് കാര്യമില്ല കുട്ടിയെ. ശിവൻകുട്ടി സാറിന്റെ തറവാടിന്റെ സ്ഥിതി എന്താന്നാ കുട്ടി വിചാരിച്ചിരിക്കണേ? പൂർവ്വപിതാമഹന്മാരുടെ കാലം തൊട്ടേ ജന്മികളാ. രാധയുടെ ഭാഗ്യം ഇതങ്ങോട്ട് കഴിഞ്ഞാ നിന്റെ പേർക്കും ചിലത് നോക്കണുണ്ട്. വിധവാ വിവാഹം ഒരു പുതിയ കാര്യമൊന്നും അല്ല നമ്മുടെ സമുദായത്തിലും. വേണ്ട വല്യമ്മ, ഇവിടെ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് ഞാൻ കഴിഞ്ഞോളാം. അവിവേകാണ് പറയുന്നതെങ്കിൽ മാപ്പാക്കണം. ഉത്തരയും ഗിരിജയും അപ്പുക്കുട്ടൻ നായരും ഒക്കെ കൂടി പറഞ്ഞപ്പോൾ എനിക്കും അതങ്ങനെ അങ്ങോട്ട് തോന്നി. രാധയുടെ മംഗല്യക്കാരിയാ. ശിവൻകുട്ടിയായിട്ട് അവക്കങ്ങനെ ഒരു ആശ കൊടുത്ത സ്ഥിതിക്ക് ഇനി രാധയുടെ കഴുത്തിലൊരു മംഗല്യം കെട്ടി കൂടെ കൊണ്ടുവയ്ക്കൂടെ? വല്യമ്മ, സഹതാപം കൊണ്ടോ ഔദാര്യം കൊണ്ടോ അല്ല. താലി കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ രാധയല്ല, ഉത്തരെ. ഉത്തരയാണ് എനിക്കിഷ്ടം. എന്നെ പരിഹസിക്കുക അല്ല, സത്യമാണ്. രാധയും ഗിരിജയും എനിക്കെന്റെ അനുജത്തിമാരെ പോലെയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ആലോചിച്ചെടുത്ത തീരുമാനം. സംശയിക്കണ്ട. പുണ്യം കിട്ടും, ഈ മനസ്സിന് 100 പുണ്യം കിട്ടും. പക്ഷെ ശിവൻകുട്ടിയുടെ വീട്ടുകാരെ... ഉത്തരയുടെ പഴയ കാര്യങ്ങളൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല. എൻ്റെ വീട്ടിലുള്ളവർ വന്ന് കാണട്ടെ. സാവകാശത്തില് ഞാൻ എല്ലാവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വേണ്ട കുട്ടി, കളവ് പറഞ്ഞൊന്നും ഞങ്ങൾക്ക് വേണ്ട. ശീലിച്ചിട്ടില്ല, അതുകൊണ്ടാ. ഇല്ലത്തുള്ള ഒരു കളവ് പറയണ്ട. എല്ലാം ഞാൻ ശരിയായിക്കോളാം. അപ്പൊ ഇതാരും അറിയണ്ട. വെച്ച് നീട്ടിട്ട് ഇനിയും പിൻവലിച്ച എന്റെ കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല. തൊമ്മിച്ചെന്നെ മക്കളെന്നാ കച്ചറുണ്ടാക്കിയതുകൊണ്ട് ചേപ്പാട്ടൂർ ഒരു കുട്ടി രക്ഷപ്പെട്ടു. എന്തേ അറിഞ്ഞില്ലേ? ശിവൻകുട്ടി സാറ് വന്ന നടുക്കത്തെ കുട്ടിയുടെ ആദ്യമായിട്ടുള്ള കല്യാണം തീരുമാനിച്ച് നട്ടലുള്ള ആൺകുട്ടികൾ അങ്ങനെയാ. അല്ലാതെ പ്രേമിച്ച പെണ്ണിന്റെ പേര് കണ്ട ചായക്കടയിലും ഇടവഴിയിലൊന്നും എഴുതി വെക്കലല്ല. എനിക്കിട്ട് ഊതിയാലുണ്ടല്ലോ ചവിട്ടിയാന്ന് അരിവടെ കൊണ്ട്. നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്റെ അമ്മയും പെങ്ങളുടെ വിവരം കിട്ടി. ആ ലോറി ഡ്രൈവർ പറഞ്ഞാലും ശരിയായിരുന്നു. എന്റെ പെങ്ങള് കന്യാസ്ത്രീയായി. അങ്ങ് ഒറീസയില. എന്റെ അമ്മച്ചിയും കൂടെയുണ്ട്. അതെയോ? ബിഷപ്പും കത്തിട്ടുണ്ട്. അവരെല്ലാം ഉടനെ വരും. ശിവൻകുട്ടി സാറിനെ കണ്ടായിരുന്നോ? പിന്നെ ശിവൻകുട്ടി സാറേ താഴെ വയലിലേക്ക് പോയി. ഞാൻ ശിവൻകുട്ടി സാറിനെ കണ്ടിട്ട് വരാം. ആ ചെറുക്കന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എന്റെ കുഞ്ഞോമാച്ച, എത്ര കാലമായി ആ ചെക്കൻ പെറ്റ തള്ളെ അന്വേഷിക്കണു. താളു, താളു, എന്റെ അമ്മച്ചിയും പെങ്ങളെ കണ്ടുപിടിച്ചു. ഞാൻ എന്നെ പറഞ്ഞില്ലേ? കാണട്ടെടി, ഇനി പാര് കണ്ടാൽ എന്താ? ഇത് നമ്മുടെ കല്യാണം അല്ലേ? ഏനങ്ക പോയിരുന്നേ. അപ്പൊ എന്ത് പറഞ്ഞു? അങ്ങ പണിയുണ്ടെന്ന് പറഞ്ഞേ. എന്റെ പെങ്ങളെ മൂപ്പാ അവളെ വിളിച്ചോണ്ട് പോ. പാടിയെങ്കിൽ പാടാ. എന്റെ താളൂന് ഇന്ന് രാത്രി അവർ തച്ചു കൊല്ലും. താൻ വിഷമിക്കാറോ, ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ ആവുന്നത് അവന്മാരുടെ കാല് പിടിച്ച് പറഞ്ഞു നോക്കി, പക്ഷെ അവർ വഴങ്ങുന്നില്ല. നാളെ രാവിലെ തന്നെ അവളെ അവന്മാരുടെ വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കോന്തനെ കൊണ്ട് കെട്ടിക്കും, അത് ഉറപ്പാ. പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ വർഗ ഗുണം. ആരെങ്കിലും പിഴപ്പിച്ചാൽ അവർക്ക് കുഴപ്പമില്ല, പക്ഷെ നല്ല രീതിയിൽ പിഴയ്ക്കാൻ സമ്മതിക്കില്ല.
ശങ്കരേട്ട ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്യണമെങ്കിലും നേരെ ഒന്ന് വെളുക്കണം. ശിവൻകുട്ടി സാറേ, ശിവൻകുട്ടി സാറേ, ശിവൻകുട്ടി സാറേ, ശിവൻകുട്ടി സാറേ. നീ എന്ത് ബുദ്ധിമോശമായി കാണിച്ചേ? വേറൊരു മാർഗം ഇല്ലാഞ്ഞിട്ടാ. നാളെയുള്ള വേറൊരുത്തന് കെട്ടിച്ചു കൊടുക്കാൻ പോവാ. സാറിനെ കണ്ട് യാത്ര പറയാൻ വേണ്ടി മാത്രം വന്നതാ. പിന്നെ ഞങ്ങൾ എവിടെയായിരുന്നാലും സാറിനെ അറിയിക്കാം. എന്റെ അമ്മച്ചിയും പെങ്ങളും വന്ന സാർ ഒരിക്കലും അവരെ തിരിച്ചയക്കരുത്. ഒരു കത്തിട്ടാ മതി. ഞാൻ ആരും അറിയാതെ വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. രക്ഷപ്പെടാൻ നോക്ക്. ടോമി, അത് കണ്ടില്ലേ? നമ്മളിൽ ഒരുത്തനെ കുത്തി വളർത്തിയിട്ട് അന്തസ്സായിട്ട് പെണ്ണിനെ കെട്ടിച്ചയക്കുന്നത് കണക്ക് തീർക്കാൻ പറ്റിയ അവസരം അത്. ചോരക്ക് ചോര. നിർത്തടാ. എടാ, അവന്മാരെ കുത്തി മരത്തത് കൊണ്ട് പെട്ടിക്കിടക്ക് നമ്മൾ ടോമി എഴുന്നേറ്റ് വരുവാടാ. എന്താ കൂടുതൽ വേദാന്തമൊന്നും വേണ്ട. എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. വേണ്ട തമ്പിച്ച, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാകാൻ പാടില്ല. മാറണം. അങ്ങോട്ട് മാറണം. മതി. ഇതിന്റെ കണക്ക് ചോദിക്കാനുള്ള യോഗ്യത ഇക്കൂട്ടത്തിൽ ആർക്കാണുള്ളത്? ചെയ്ത തെറ്റ് കാലം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അല്ലാതെ ഈ ചോരക്കളി കൊണ്ട് ഇരു കൂട്ടർക്ക് നഷ്ടങ്ങളെ ഉണ്ടാവൂ. കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയതിന് ശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിൽക്കുക. ചെല്ല്, നടക്ക്.